ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ 10th പ്രിലിംസിൻ്റെ എക്സാമിൻ്റെ സിലബസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വരുന്ന ക്ലാസ്സുകളും അതുപോലെ തന്നെ 60 ദിവസത്തിൻ്റെ ഇപ്പോൾ 2 മാസമുള്ളൂ എക്സാം. ജൂലൈ 18-ാം തീയതിയാണ് ഫസ്റ്റ് 10th പ്രിലിംസിൻ്റെ എക്സാം വരുന്നത്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന PYQസും SCERT ക്ലാസ്സുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് കേരള ചരിത്രത്തിലെ ഫസ്റ്റ് ഭാഗമാണ് യൂറോപ്യന്മാരുടെ വരവെന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ക്ലാസ്സുകൾ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ അതുമായി ബന്ധപ്പെട്ട് 2021 മുതൽ 2025 വരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന SCERT ക്ലാസ്സുകൾ, ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന SCERT ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ SCERT ക്ലാസ്സുകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ യൂറോപ്യന്മാരുടെ വരവ് എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്ന SCERT ക്ലാസ്സിന് ഞാൻ അതിന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആ ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കായിരിക്കും എടുക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ കുറച്ചധികം ക്ലാസ്സുകൾ നമുക്ക് വേണ്ടി വരും. ഒരു 2 മാസത്തെ ക്ലാസ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് മുമ്പ് നമുക്ക് എല്ലാ ടോപ്പിക്സും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമേ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ റിവിഷൻ ചെയ്യുന്നുണ്ട്. അതായത് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതുമായി ബന്ധപ്പെട്ട് വരുന്ന റിലേറ്റഡ് ഫാക്ട്സ് അടക്കം നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാനായിട്ട് പോകുന്ന ടോപ്പിക് എന്താണ്? ഇപ്പോൾ നമുക്കറിയാം, പൊതുവിജ്ഞാനത്തിൽ GK എന്ന് പറയുന്ന ഒരു ഭാഗത്തിൽ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ട് 4 മാർക്കാണ് വരുന്നത്. ഇതിൽ ആദ്യം വരുന്നത് കേരള ഹിസ്റ്ററിയാണ് പറയുന്നത്, കേരള ചരിത്രമാണ്. അതിൽ ആദ്യം വരുന്ന ടോപ്പിക്കാണ് യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ സംഭാവന എന്ന് പറയുന്നത്. അപ്പോൾ ആ ടോപ്പിക്ക് നമുക്ക് ഇന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ പോർച്ചുഗീസുകാർ അതുപോലെ തന്നെ ആരൊക്കെയാണ് വന്ന ക്രമം ഒന്ന് പഠിച്ചിരിക്കണം. എന്തായാലും നമ്മൊരു കോഡൊക്കെ പറയാറുള്ളതാണ് അല്ലേ. പോഡ ബീഫ് ഫ്രൈ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട് അല്ലേ. പോഡ ബീഫ് ഫ്രൈ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. ബീഫ് ഫ്രൈ എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് കേരളത്തിൽ വന്ന യൂറോപ്യന്മാരാരാണ്? പോർച്ചുഗീസുകാരാണ്. ആദ്യമായിട്ട് വന്നത് പോർച്ചുഗീസുകാരാണ്. അവസാനം പോയതുമാർ തന്നെയാണ് പോർച്ചുഗീസുകാരാണ്. രണ്ടാമത് വന്നത് ആരാണ്? ഡച്ചുകാരാണ്. മൂന്നാമത് ബ്രിട്ടീഷുകാരും. നാലാമത് വന്നത് ആരാണ്? ഫ്രഞ്ചുകാരാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഓർഡർ വരുന്നത്. ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആദ്യം വന്നത് പോർച്ചുഗീസുകാർ, രണ്ടാമത് വന്നത് ഡച്ചുകാർ, മൂന്നാമത് വന്നത് ബ്രിട്ടീഷുകാർ, നാലാമത് വന്നത് ആരാണ്? ഫ്രഞ്ചുകാരാണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് പോർച്ചുഗീസുകാരെ കുറിച്ച് നമുക്ക് നോക്കാം. ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനായെത്തിയ ആദ്യത്തെ യൂറോപ്യന്മാർ ആരാണ് ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനായെത്തിയ ആദ്യ യൂറോപ്യന്മാർ ആരാണ്? പോർച്ചുഗീസുകാരാണ്. അപ്പോൾ കച്ചവടത്തിനെത്തിയ ആദ്യത്തെ ആൾക്കാർ, വിദേശികൾ ചോദിക്കുകയാണെങ്കിൽ ആരാണ്? അറബികളാണ്. പക്ഷേ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് കടൽ മാർഗം എന്നാണ് അല്ലേ. കടൽ മാർഗം കച്ചവടത്തിനായിട്ട് എത്തിയിട്ടുള്ളത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. ക്രിസ്തീയ കലാരൂപമായ ചവിട്ടുനാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. അപ്പോൾ പോർച്ചുഗീസുകാരുടെ സംഭാവനയെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ക്രിസ്തീയ കലാരൂപമായ ചവിട്ടുനാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി എന്നിവ ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി എന്നിവ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽവാരസ് കബ്രാൾ. അപ്പോൾ ക്രിസ്തീയ കലാരൂപമായ ചവിട്ട് നാടകം കേരളത്തിലേക്ക് എത്തിച്ചു. പ്രധാനപ്പെട്ട വിളകൾ ഏതൊക്കെയാണ്? കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി എന്നിവ കൊണ്ടുവന്നത് ആര് തന്നെയാണ്? പോർച്ചുഗീസുകാർ തന്നെയാണ്. കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽവാരസ് കബ്രാളാണ്. ഇനി പറങ്കികൾ എന്നറിയപ്പെട്ടിരുന്ന ആരാണ്? പോർച്ചുഗീസുകാരാണ്. അപ്പം പറങ്കികൾ എന്നറിയപ്പെടുന്ന ആരെയാണ്? പോർച്ചുഗീസുകാരെയാണ്. അപ്പം ഡച്ചുകാർ അറിയപ്പെടുന്നത് എന്താണ്? ലന്തക്കാർ എന്നാണ്. ഫ്രഞ്ചുകാർ അറിയപ്പെടുന്നത് എന്താണ്? പരന്ത്രീസുകാർ എന്നാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്?
ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനെത്തിയ ആദ്യത്തെ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. ചവിട്ടുനാടകം കേരളത്തിലേക്ക് എത്തിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. അതുപോലെ തന്നെ കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി എന്നിവ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ആര് തന്നെയാണ്? പോർച്ചുഗീസുകാരാണ്. കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽവാരസ് കബ്രാൾ ആണ്. അൽവാരസ് കബ്രാൾ ആണ്. ഇനി പോർച്ചുഗീസുകാർ അറിയപ്പെടുന്നത് പറങ്കികൾ എന്നാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്രഞ്ചുകാർ അറിയപ്പെടുന്നത് എന്താണ്? പരന്ത്രീസുകാർ എന്നാണ്. പരന്ത്രീസുകാർ എന്നാണ്. ഡച്ചുകാർ അറിയപ്പെടുന്നത് എന്താണ്? ലന്തക്കാർ എന്നാണ്. ലന്തക്കാർ എന്നാണ്. ഇന്ത്യയിലെ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തി ആരാണ്? ഇന്ത്യയിലെ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തി ആരാണ്? ചരിത്രം രേഖപ്പെടുത്തിയത് ആരാണ്? ജെയിംസ് കോറിയ. ജെയിംസ് കോറിയയാണ് ഇന്ത്യയിലെ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തി ആരാണ്? ജെയിംസ് കോറിയ. വാസ്കോ ഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയിയായി ഇന്ത്യയിലെത്തിയ വർഷം. വാസ്കോ ഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയിയായി ഇന്ത്യയിലെത്തിയ വർഷം ഏതാണ്? ഏത് സമയത്താണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്? 1524 അല്ലേ? 1524 പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ട് ആരെത്തുന്നത്? നമ്മുടെ ഗാമ കേരളത്തിലേക്ക് എത്തുന്നത്. അപ്പം അദ്ദേഹം 1498 ആദ്യമായിട്ട് കോഴിക്കോട് കടപ്പുറത്തേക്ക് വരുന്നത് അല്ലേ? 1498 കോഴിക്കോട് കടപ്പുറത്തേക്ക് വരുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം 1502 വന്നിട്ടുണ്ട്. അതിനുശേഷം 1524 വന്നിട്ടുണ്ട്. അപ്പോൾ 1524 വന്നപ്പോഴാണ് ആരായിരുന്നത്? പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ വാസ്കോ ഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ട് ഇന്ത്യയിലെത്തിയ വർഷം ഏതാണ്? 1524. വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത കൊച്ചിയിലെ പള്ളി ഏതാണ്? ഏത് പള്ളിയിലാണ് വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തത്? ഏത് പള്ളിയിലാണ്? സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലാണ്. സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലാണ്. പോർച്ചുഗീസുകാർ പണിത ആദ്യത്തെ പള്ളി ചോദിക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ്, സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയാണ്. വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും മാറ്റി പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയ വർഷം ഏതാണ്? 1539. 1539. ഇനി യൂറോപ്പിൽ നിന്നും കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ആരാണ്? യൂറോപ്പിൽ നിന്നും കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ആരാണ്? ആരാണ്? വാസ്കോ ഡ ഗാമയാണ് യൂറോപ്പിൽ നിന്നും കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ. അപ്പോൾ കടൽ മാർഗം ആദ്യമെത്തിയ യൂറോപ്യൻ ആരാണ്? ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? പോർച്ചുഗീസുകാരാണ് അല്ലേ? അപ്പോൾ ആദ്യത്തെ വ്യക്തി ആരാണ്? ആദ്യത്തെ യൂറോപ്യൻ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? വാസ്കോ ഡ ഗാമയാണ്. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ചത് ലിസ്ബണിൽ നിന്നാണ്. അപ്പോൾ വാസ്കോ ഡ ഗാമ യാത്ര ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? ലിസ്ബണിൽ നിന്നാണ്. 1497 അദ്ദേഹം യാത്ര തിരിക്കുന്നത്. ഇങ്ങനെ വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ് ആരാണ്? മാനുവൽ ഒന്നാമനാണ്. വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ് ആരാണ്? മാനുവൽ ഒന്നാമനാണ്. അപ്പോൾ എന്താ പറഞ്ഞത്? വാസ്കോ ഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ട് ഇന്ത്യയിലേക്ക് എത്തിയത് 1524. വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത കൊച്ചിയിലെ പള്ളിയാണ് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി. വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും മാറ്റി പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയത് 1539. യൂറോപ്പിൽ നിന്നും കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആരാണ്? വാസ്കോ ഡ ഗാമയാണ്. വാസ്കോ ഡ ഗാമ എവിടെ നിന്നാണ് വരുന്നത്? ലിസ്ബണിൽ നിന്നാണ്. ഏത് വർഷമാണ്? 1497. ഇനി ആരാണ് അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് അയക്കുന്നത്? വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത് ആരാണ്? ഏത് പോർച്ചുഗീസ് രാജാവിൻ്റെ പേരെന്താണ്? മാനുവൽ ഒന്നാമനാണ്. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇന്ന് 1497 വാസ്കോ ഡ ഗാമ ലിസ്ബണിൽ നിന്നും പുറത്തിറങ്ങിയെന്ന് പറഞ്ഞു. ലിസ്ബണിൽ നിന്നും പുറപ്പെട്ടെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് വന്നിറങ്ങിയ സ്ഥലം ഏതാണ്? ഏത് സ്ഥലത്താണ് വന്നിറങ്ങിയത്? കാപ്പാട്, കോഴിക്കോട്. അപ്പോൾ എന്നാണ് എത്തുന്നത്? 1498 അദ്ദേഹം എത്തുന്നത്. 1498 കാപ്പാട്, കോഴിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് വാസ്കോ ഡ ഗാമ വന്നിറങ്ങുന്നത്. വാസ്കോ ഡ ഗാമ വന്ന കപ്പലിൻ്റെ പേരെന്താണ്? വാസ്കോ ഡ ഗാമ വന്ന കപ്പലിൻ്റെ പേരെന്താണ്? സെൻറ്റ് ഗബ്രിയേൽ എന്നാണ്. വാസ്കോ ഡ ഗാമ വന്ന കപ്പലിൻ്റെ പേര് സെൻറ്റ് ഗബ്രിയേൽ എന്നാണ്. വാസ്കോ ഡ ഗാമയുടെ കപ്പൽ വ്യൂഹത്തിലുണ്ടായിരുന്ന മറ്റു കപ്പലുകളാണ് സെൻറ്റ് റാഫേലും ബെറിയയും. വാസ്കോ ഡ ഗാമയുടെ കപ്പൽ വ്യൂഹത്തിലുണ്ടായ മറ്റു കപ്പലുകളാണ് സെൻറ്റ് റാഫേലും ബെറിയയും. അപ്പോൾ വാസ്കോ ഡ ഗാമ ആദ്യമായിട്ട് വരുന്നത് 1497 ലിസ്ബണിൽ നിന്നും പുറപ്പെടുന്നത്. 1498 അദ്ദേഹം കാപ്പാട്, കോഴിക്കോട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നിറങ്ങുന്നത്. അദ്ദേഹം തിരിച്ചു പോകുന്നത് പിറ്റേ വർഷമാണ്. 1499 അദ്ദേഹം തിരിച്ചു പോകുന്നത്. വാസ്കോ ഡ ഗാമ ലിസ്ബണിലേക്ക് മടങ്ങിയ വർഷം ഇതാണ്, 1499. പിന്നെ വാസ്കോ ഡ ഗാമയുടെ ശരീരം അടക്കം ചെയ്ത
പള്ളി, കൊച്ചിയിലെ പള്ളി ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയാണ്. എന്നാൽ വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പോർച്ചുഗീസിലെ പള്ളി ഏതാണ്? കൊച്ചിയിൽ നിന്ന് നമ്മൾ പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ പോർച്ചുഗീസിലെ പള്ളി ഏതാണ്? ജെറോണിമസ് കത്തീഡ്രൽ. ജെറോണിമസ് കത്തീഡ്രൽ. പിന്നെ അദ്ദേഹം വന്ന കപ്പൽ ഏതാണ്? സെൻറ്റ് ഗബ്രിയേലാണ്. അദ്ദേഹത്തിന് ഒപ്പം ഉണ്ടായിരുന്ന മറ്റ് കപ്പലുകൾ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? സെൻറ്റ് റാഫേലും ബെറിയയാണ്. ഇനി വാസ്കോ ഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്, വാസ്കോ ഡ ഗാമ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണുള്ളത്? ഗോവയിലാണ് അല്ലേ? ഗോവയിലാണ് വാസ്കോ ഡ ഗാമ എന്ന് പറയുന്ന സ്ഥലമുള്ളത്. വാസ്കോ ഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് പെഡ അൽവാരസ് കബ്രാൾ. പെഡ അൽവാരസ് കബ്രാൾ ആണ് വാസ്കോ ഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലേക്ക് എത്തിയ പോർച്ചുഗീസ് നാവികൻ. ആരാണ്? പെഡ അൽവാരസ് കബ്രാൾ. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് എത്തിയത് നമ്മൾ പറഞ്ഞു 1498 മെയ് 20 വാസ്കോ ഡ ഗാമ ഇന്ത്യയിലെത്തിയത് 1498 മെയ് 20. വാസ്കോ ഡ ഗാമ രണ്ടാമതായിട്ട് വന്നതെന്നാണ്? 1502. വാസ്കോ ഡ ഗാമ മൂന്നാമതും അവസാനമായിട്ട് വന്നതെന്നാണ്? 1524. അതാണ് വൈസ്രോയി ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ വാസ്കോ ഡ ഗാമ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നത് 1498 മെയ് 20. അതിനുശേഷം 1497 അദ്ദേഹം ലിസ്ബണിൽ നിന്ന് പുറപ്പെട്ടത്. 1498 അദ്ദേഹം കാപ്പാട് കോഴിക്കോട് അല്ലേ? 1498 മെയ് 20 കാപ്പാട് കോഴിക്കോട് എത്തി. 1499 അദ്ദേഹം തിരിച്ചുപോയി. രണ്ടാമതായിട്ട് വന്നത് 1502. മൂന്നാമതായിട്ട് വന്നത് വൈസ്രോയി ആയിട്ട് വന്നതും അവസാനമായിട്ട് വന്നതാണ് 1524. എത്രയും ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല ആരംഭിച്ചത് ആരാണ്? ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല ആരംഭിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ 1556 ഗോവയിൽ ആദ്യമായിട്ട് അച്ചടിശാല ആരംഭിക്കുന്നത് പോർച്ചുഗീസുകാരാണ്. അപ്പോൾ ചവിട്ട് നാടകം കേരളത്തിലേക്ക് എത്തിച്ചതായിരുന്നു? പോർച്ചുഗീസുകാരാണ്. അതുപോലെ തന്നെ പുകയില, പപ്പായ, കൈതച്ചക്ക, പച്ചമുളക് നീക്ക് ആരാണ് കൊണ്ടുവന്നത്? പോർച്ചുഗീസുകാരാണ് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല ആരംഭിച്ചത് തന്നെയാണ്? പോർച്ചുഗീസുകാരാണ്. 1556 ഗോവയിലാണ്. കൊച്ചിയിലും വൈപ്പിനിലും അച്ചടിശാല സ്ഥാപിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരാണ് കൊച്ചിയിലും വൈപ്പിനിലും കേട്ടോ, കൊച്ചിയിലും വൈപ്പിനിലും അച്ചടിശാല സ്ഥാപിച്ചത്. അപ്പോൾ അച്ചടിശാല സ്ഥാപിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. കൊച്ചിയിലും വൈപ്പിനിലാണ് അച്ചടിശാല സ്ഥാപിച്ചത്. ഇന്ത്യയിൽ പുകയില കൃഷി ആരംഭിച്ചത് പോർച്ചുഗീസുകാരാണ്. നമ്മൾ പറഞ്ഞു പപ്പായ, പിന്നെ എന്തൊക്കെയാണ്? പപ്പായ, പൈനാപ്പിൾ, കൈതച്ചക്ക, അതുപോലെ തന്നെ പേരയ്ക്ക, ഇവയൊക്കെ എന്താണ്? ആരാണ് കൊണ്ടുവന്നത്? പോർച്ചുഗീസുകാരാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പുകയില കൃഷി ആരംഭിച്ചത് തന്നെയാണ്? പോർച്ചുഗീസുകാരാണ്. ചവിട്ട് നാടകത്തെ ഒരു ജനകീയ കലയായി ഉയർത്തിക്കൊണ്ടുവന്ന വിദേശികളാണ് പോർച്ചുഗീസുകാർ. നമ്മൾ പറഞ്ഞല്ലേ, ചവിട്ട് നാടകം പോർച്ചുഗീസുകാരുടെ സംഭാവനയാണെന്ന് പറഞ്ഞു. ഇന്ത്യയുമായി കച്ചവടമെന്ന് സ്ഥാപിച്ച കത്തോലിക്ക മതവിഭാഗക്കാരാണ്. കത്തോലിക്ക മതവിഭാഗക്കാരാണ് പോർച്ചുഗീസുകാർ. കത്തോലിക്ക മതവിഭാഗക്കാരാണ് പോർച്ചുഗീസുകാർ. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ? എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത്? വാസ്കോ ഡ ഗാമ വന്നത് പറഞ്ഞു 1498 ആദ്യമായിട്ട് വരുന്നത്. രണ്ടാമത് വന്നത് 1502. മൂന്നാമത് വന്നതും അവസാനമായിട്ട് വന്നതും 1524. പിന്നെ എന്താ പറഞ്ഞത്? അച്ചടിശാല സ്ഥാപിച്ചത് ആദ്യം ആര് തന്നെയാണ്? പോർച്ചുഗീസുകാരാണ്. കൊച്ചിയിലും വൈപ്പിലാണ് സ്ഥാപിച്ചത്. പിന്നെ പുകയില കൃഷി ആരംഭിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. ചവിട്ട് നാടകത്തെ ഒരു ജനകീയ കലയായി ഉയർത്തിക്കൊണ്ടുവന്ന വിദേശികൾ ആരാണ്? പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയുമായി കച്ചവടബന്ധം സ്ഥാപിച്ച കത്തോലിക്ക മതവിഭാഗക്കാരാണ് പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട ഏതാണ്? യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് മാനുവൽ കോട്ട. മാനുവൽ കോട്ട 1503. മാനുവൽ കോട്ട 3. ഓക്കെ, 1503 മാനുവൽ കോട്ട കൊച്ചിയിലാണ് സ്ഥാപിച്ചത്. മാനുവൽ കോട്ടയാണ് ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട, അല്ലെങ്കിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ആദ്യ കോട്ട ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? മാനുവൽ കോട്ടയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതിയാണ് മാനുവൽ കോട്ട. ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതിയാണ് മാനുവൽ കോട്ട. ഈ മാനുവൽ കോട്ടയെ പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ്? പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കോട്ടയാണ് മാനുവൽ കോട്ട. പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട, ഈ കോട്ട എന്നൊക്കെ അറിയപ്പെടുന്ന ഇത് തന്നെയാണ് ഈ വൈപ്പിൻ കോട്ടയാണ്. വൈപ്പിൻ കോട്ടയാണ്. അതുപോലെ തന്നെ മാനുവൽ കോട്ടയാണ്. ഓക്കെ, അപ്പോൾ മാനുവൽ കോട്ട അറിയപ്പെടുന്നതാണ് പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട എന്നൊക്കെയാണ്. മാനുവൽ കോട്ട പണി കഴിപ്പിച്ച പോർച്ചുഗീസ് ഭരണാധികാരി ആരാണ്? ആരാണ് മാനുവൽ കോട്ട പണി കഴിപ്പിച്ചത്? മാനുവൽ കോട്ട പണി കഴിപ്പിച്ചത് ആരാണ്? അൽബുക്കർക്കാണ്. അൽബുക്കർക്കാണ് മാനുവൽ കോട്ട പണി കഴിപ്പിച്ചത്. അപ്പോൾ അൽബുക്കർക്കിനെ കുറിച്ച് നമുക്ക് കുറച്ച് പോയിന്റ്സ് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്.
ഇനി വരുന്നുണ്ട് കേട്ടോ. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആരാണ്? ഫ്രാൻസിസ്കോ അൽമേഡയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി. ഇപ്പോൾ വൈസ്രോയിമാരെ കുറിച്ചാണ് ഇനി പറയുന്നത് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. നമ്മൾ പറഞ്ഞു 1524 വൈസ്രോയി ആയിട്ടുള്ളത് ആരായിരുന്നു? വാസ്കോ ഡ ഗാമയാണ് അല്ലേ. മൂന്നാമത് അദ്ദേഹം വന്നത് 1524 ആ സമയത്ത് തന്നെ വൈസ്രോയി ആയിരുന്ന ആരാണ്? പോർച്ചുഗീസുകാരനായിട്ടുള്ള ആരാണെന്ന് നമ്മൾ പറഞ്ഞു? വാസ്കോ ഡ ഗാമയാണെന്ന് പറഞ്ഞു. ഇനി പോർച്ചുഗീസിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. അപ്പോൾ അൽമേഡയുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നീലജല നയം അല്ലെങ്കിൽ ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽമേഡ. നീലജല നയം നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽമേഡയാണ്. നീലജല നയം നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽമേഡ. പിന്നെ കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചതാരാണ്? അൽമേഡയാണ്. കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചതാരാണ്? അൽമേഡയാണ്. അപ്പോൾ അൽമേഡയെയും കുറിച്ച് ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചു വെച്ചിരിക്കുക. ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി ആണ് അൽമേഡ. നീലജല നയം നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽമേഡയാണ്. കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചതാരാണ്? അൽമേഡയാണ്. നെക്സ്റ്റ്, ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽബുക്കർക്കാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽബുക്കർക്ക്. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത് ആരാണ്? അൽബുക്കർക്കാണ്. അപ്പോൾ അൽബുക്കർക്കിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയിലെ രണ്ടാമത്തെ വൈസ്രോയി ആണ് അൽബുക്കർക്ക്. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നത് അൽബുക്കർക്കാണ്. ശക്തനായ ഭരണാധികാരി എന്നറിയപ്പെടുന്ന ആര് തന്നെയാണ്? അൽബുക്കർക്കിനെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനി വൽക്കരണത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയിയാണ് അൽബുക്കർക്ക്. ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനി വൽക്കരണത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയിയാണ് അൽബുക്കർക്ക്. അതുപോലെ തന്നെ പഠിച്ചിരിക്കേണ്ട പോയിന്റ് എന്താണ്? മിശ്രവിവാഹം നടപ്പിലാക്കിയിട്ടുള്ളത്. മിശ്രവിവാഹത്തെക്കുറിച്ച് പറയുന്നതും ആദ്യമായി നടപ്പിലാക്കിയതും ആര് തന്നെയാണ്? ഈ പോർച്ചുഗീസ് ഭരണാധികാരി അല്ലെങ്കിൽ മിശ്രവിവാഹത്തിനെ പ്രോത്സാഹിപ്പിച്ച ഭരണാധികാരിയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആര് തന്നെയാണ്? അൽബുക്കർക്കാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ വൈസ്രോയി ആരായിരുന്നു? ആദ്യത്തെ വൈസ്രോയി അൽമേഡയായിരുന്നു. അൽമേഡ കൊണ്ടുവന്ന നയം ഏതാണ്? നീലജല നയം അല്ലെങ്കിൽ ബ്ലൂ വാട്ടർ പോളിസിയാണ്. രണ്ടാമത്തെ വൈസ്രോയി ആരാണ്? അൽബുക്കർക്കാണ്. ശക്തനായ ഭരണാധികാരി എന്നറിയപ്പെടുന്ന ആരെയാണ്? അൽബുക്കർക്കിനെയാണ്. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നമാർ തന്നെയാണ് അൽബുക്കർക്കാണ്. ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനി വൽക്കരണത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയിയാണ് അൽബുക്കർക്ക്. മിശ്രവിവാഹം പ്രോത്സാഹിപ്പിച്ച ഭരണാധികാരിയും കൂടിയാണ് അൽബുക്കർക്ക്. പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ കണ്ണൂർ സന്ധി ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. കണ്ണൂർ സന്ധി ഒപ്പുവെച്ച വർഷമാണ് ചോദിക്കുന്നത്. ഓക്കെ, കണ്ണൂർ സന്ധി ഒപ്പുവെച്ചത് എന്നാണ്? 1513 പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ 1513 ഒപ്പുവെച്ച സന്ധിയാണ് കണ്ണൂർ സന്ധി. 1513 കണ്ണൂർ സന്ധി ഒപ്പുവെച്ചത്. ഇനി പോർച്ചുഗീസുകാരും കോഴിക്കോടുമായി പൊന്നാനി സന്ധി ഒപ്പിട്ട വർഷമാണ് 1540. അപ്പോൾ പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ കണ്ണൂർ സന്ധി ഒപ്പിട്ട വർഷം 1513. പോർച്ചുഗീസുകാരും കോഴിക്കോടും തമ്മിൽ ഏതാണ്? പൊന്നാനി സന്ധി ഒപ്പിട്ട വർഷം ഏതാണ്? 1540. ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയി ആരാണ്? അൽബുക്കർക്കാണ്. ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയി ആരാണ്? അൽബുക്കർക്കിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു? മാനുവൽ കോട്ട അല്ലേ. മാനുവൽ കോട്ട പണിത ആദ്യത്തെ വൈസ്രോയി ചോദിക്കുകയാണെങ്കിൽ ആര് തന്നെയാണ്? അൽബുക്കർക്കാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്ന ആര് തന്നെയാണ്? അൽബുക്കർക്കിനെയാണ്. പിന്നെ എന്താണ്? കോളനി വ്യവസ്ഥ നടപ്പിലാക്കിയിട്ടുള്ള ഭരണാധികാരി ആരാണ്? അൽബുക്കർക്കാണ്. അതുപോലെ തന്നെ മിശ്രവിവാഹത്തെ പ്രോത്സാഹിപ്പിച്ച ഭരണാധികാരി ആര് തന്നെയാണ്? കേരളീയരും പോർച്ചുഗീസുകാരും തമ്മിലുള്ള വിവാഹത്തൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഭരണാധികാരി ആരാണ്? അൽബുക്കർക്കാണ്. പിന്നെ എന്താ പറഞ്ഞത്? എത്രാമത്തെ വൈസ്രോയി ആയിരുന്നു അൽബുക്കർക്ക്? രണ്ടാമത്തെ വൈസ്രോയി ആയിരുന്നു അല്ലേ. ആദ്യത്തെ വൈസ്രോയി ആരായിരുന്നു? അൽമേഡയായിരുന്നു. 1524 വൈസ്രോയി ആയിട്ടുള്ളത് ആരായിരുന്നു? വാസ്കോ ഡ ഗാമയാണ്. ഇനി പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയിയാണ് അൽബുക്കർക്ക്. അപ്പോൾ ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയി ആരായിരുന്നു? അൽബുക്കർക്കാണ്. അദ്ദേഹം തന്നെയാണ് പോർച്ചുഗീസിൻ്റെ ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റുന്ന ആര് തന്നെയാണ്? അൽബുക്കർക്കാണ്. ഇനി പോർച്ചുഗീസുകാർ ഗോവ കീഴടക്കിയ വർഷം ഏതാണ്? AD 1510 പോർച്ചുഗീസുകാർ ഗോവ കീഴടക്കുന്നത്. ആരിൽ നിന്നാണ് പിടിച്ചെടുക്കുന്നത്? ബീജാപ്പൂർ സുൽത്താനിൽ നിന്നാണ് പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുക്കുന്നത്. ആരിൽ നിന്നാണ്? ബീജാപ്പൂർ സുൽത്താനിൽ നിന്നാണ് പിടിച്ചെടുക്കുന്നത്. ഓക്കെ,
അപ്പോൾ 1510 പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുക്കുന്നത്. ഇനി ഈ ഗോവ വിമോചനം അല്ലേ, ഗോവയെ പോർച്ചുഗീസുകാരിൽ നിന്ന് മോചിപ്പിച്ച വർഷം കൂടെ ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെച്ചിരിക്കുക. 1961 പോർച്ചുഗീസുകാരിൽ നിന്ന് മോചിപ്പിക്കുന്നത്, ഗോവയെ മോചിപ്പിക്കുന്നത് 1961 എന്നും പഠിച്ചു വെച്ചിരിക്കാം. ഇനി പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1628 പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് ആരാണ്? ഏത് വർഷമാണ്? 1628 അപ്പോൾ പോർച്ചുഗീസുകാരെ കുറിച്ച് പറഞ്ഞതൊട്ടൊക്കെയായിരുന്നു ഒന്നും കൂടി പറയാം. ആദ്യമായിട്ട് കടൽ മാർഗ്ഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. ആദ്യത്തെ വൈസ്രോയി ആരാണ്? അൽമേഡയാണ്. നീലജല നയം കൊണ്ടുവന്നതാരാണ്? അൽമേഡയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ വൈസ്രോയിയാണ് അൽബുക്കർക്കാണ് ശക്തനായ ഭരണാധികാരി. അതിനാൽ തന്നെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന് സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ആര് തന്നെയാണ്? അൽബുക്കർക്കിനെയാണ് അല്ലേ. പിന്നെന്താ നമ്മൾ പറഞ്ഞത്? വാസ്കോ ഡ ഗാമ എന്നത് പറഞ്ഞു അല്ലേ. ലിസ്ബണിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. സെൻറ്റ് ഗബ്രിയേൽ എന്ന് പറയുന്ന കപ്പലിലാണ് വരുന്നത്. അദ്ദേഹം 1498 മെയ് 20 കാപ്പാട് കോഴിക്കോട് വരുന്നത് അല്ലേ. 1502 രണ്ടാമതായിട്ട് വരുന്നത്. മൂന്നാമതായി വന്നത് ലാസ്റ്റ് ആയിട്ട് വന്നതും അതുപോലെ തന്നെ വൈസ്രോയി ആയിട്ട് വന്നതും 1524 പിന്നെ എന്താ പറഞ്ഞത്? 1628 എന്ത് സ്ഥാപിച്ചു? പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു എന്ന് പറഞ്ഞു. പിന്നെ ഗോവ അല്ലേ, ആയിരുന്നു ആദ്യം. കൊച്ചിയായിരുന്നു തലസ്ഥാനമായിരുന്നത് പോർച്ചുഗീസുകാരുടെ. പിന്നെ ഗോവയിലേക്ക് മാറ്റിയത് ആരായിരുന്നു? അൽബുക്കർക്കാണ് അല്ലേ, ഗോവയിലേക്ക് മാറ്റിയത്. അതുപോലെ തന്നെ പോർച്ചുഗീസുകാരിൽ നിന്നും ഗോവ നമ്മൾ പിടിച്ചെടുത്തില്ല. ഇന്ത്യ പിടിച്ചെടുത്ത സമയം ചോദിക്കുകയാണെങ്കിൽ, ഏത് വർഷമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 1961. അപ്പോൾ പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? സെൻറ്റ് ആഞ്ചലോ കോട്ട നിർമ്മിച്ചത് ആരാണ്? അൽമേഡയാണെന്ന് പറഞ്ഞു അല്ലേ. പിന്നെ ആദ്യത്തെ കോട്ട ചോദിക്കുകയാണെങ്കിൽ ഇതാണ് ഏറ്റവും പഴയ നിർമ്മിതി, പഴയ യൂറോപ്യൻ നിർമ്മിതി അല്ലെങ്കിൽ ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ട ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? മാനുവൽ കോട്ടയാണ്. മാനുവൽ കോട്ടയെ പള്ളിപ്പുറം കോട്ട എന്നോ വൈപ്പിൻ കോട്ട എന്നോ മായക്കോട്ട എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ഡച്ചുകാരെ കുറിച്ച് നോക്കാം. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം 1602 ഡച്ചുകാർ ആരെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം പിടിച്ചെടുത്തത്? അപ്പോൾ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയിട്ടാണ്. കൊല്ലമാണെന്നുണ്ടെങ്കിലും കൊച്ചി ആണെന്നുണ്ടെങ്കിലും ആരെ പിടിച്ചെടുക്കുന്നുണ്ട്? ഡച്ചുകാരെ പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കൊല്ലം പിടിച്ചെടുത്തത് ആരെ പരാജയപ്പെടുത്തിയിട്ടാണ്? പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയിട്ടാണ്. ഡച്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറിയാണ് മസൂരിപ്പട്ടണം. 1605 സ്ഥാപിതമായത്. ഡച്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി ഏതാണ്? മസൂരിപ്പട്ടണമാണ് ഇന്ത്യയിലെ ഡച്ചുകാരുടെ ആദ്യത്തെ ഫാക്ടറി ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? മസൂരിപ്പട്ടണം. ഇന്ത്യയിലെ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ചത് ഡച്ചുകാരാണ്. അതുപോലെ തന്നെ ഡച്ചുകാർ ഉൾപ്പെടുന്ന മതവിഭാഗമാണ് പ്രൊട്ടസ്റ്റന്റ് വിഭാഗം. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊല്ലം പിടിച്ചെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ. എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഡച്ചുകാർ കൊല്ലം പിടിച്ചെടുത്ത വർഷം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? 1658 1658 കൊല്ലം പിടിച്ചെടുക്കുന്നത്. 1658 ഇനി ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷം ഏതാണ്? ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷം 1663 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുക്കുന്നത്. ഏത് വർഷമാണ്? 1663 പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ ആരാണ്? അഡ്മിറൽ വാൻ ഗോയിൻസ് ആണ് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ ആരാണ്? അഡ്മിറൽ വാൻ ഗോയിൻസ് ആണ്. ഇനി ഡച്ചുകാർ കൊല്ലം പിടിച്ചെടുക്കിയ വർഷം നമ്മൾ പറഞ്ഞു 1658 പറഞ്ഞു. ഇത്രയും പഠിച്ചു വെച്ചിരിക്കുക. ഡച്ചുകാരെ ആരെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം പിടിച്ചെടുത്തത്? പോർച്ചുഗീസുകാരെയാണ് അല്ലേ. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചതാണ് 1602 അപ്പോൾ 1628 എന്താണ് പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്? 1628 അതുപോലെ തന്നെ ഡച്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി ഏതാണ്? മസൂരിപ്പട്ടണമാണ്. പ്രൊട്ടസ്റ്റന്റ് വിഭാഗം ഡച്ചുകാർ ഉൾപ്പെടുന്ന മതവിഭാഗമാണ്. കത്തോലിക്ക മതവിഭാഗമാരുടേതായിരുന്നു? പോർച്ചുഗീസുകാരെയായിരുന്നു. ഇനി ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊല്ലം പിടിച്ചെടുത്തു. ആദ്യം തന്നെ 1658 കൊല്ലം പിടിച്ചെടുക്കുന്നത്. 1663 എന്ത് കൊച്ചി പിടിച്ചെടുക്കുന്നത്. ഇത്രയും ക്ലിയർ ആയല്ലോ. ഏഷ്യയിൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനി ആയിരുന്നത് ഇന്തോനേഷ്യയാണ്. ഏഷ്യയിലെ ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനി ആയിരുന്നത് ഇന്തോനേഷ്യയാണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈ ഡാനിഷ് ഡെൻമാർക്കിനെ കുറിച്ചിട്ട് നമുക്ക് കുറച്ച് പോയിന്റ്സ് പഠിച്ചിരിക്കേണ്ടതുണ്ട്. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1616 അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് നമ്മൾ ഇത്ര നേരം പഠിച്ചിരുന്ന ഇയേഴ്സൊക്കെ ഒന്ന് പറഞ്ഞേ. 1602 നമ്മൾ പറഞ്ഞു
ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു എന്ന് പറഞ്ഞു. 1628 പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ 1616 ഏതാണ്? ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. ഇത്രയല്ലേ നമ്മൾ പറഞ്ഞത് അല്ലേ? ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുഖ്യ പങ്ക് വഹിച്ച രാജാവാണ് ക്രിസ്ത്യൻ നാലാമനാണ് ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുഖ്യ പങ്ക് വഹിച്ചത്. ഡെൻമാർക്കുകാരുടെ ഇന്ത്യയിലെ ഫാക്ടറികളാണ് സേറാംപൂർ, ട്രാൻക്യൂബാർ. ഡെൻമാർക്കുകാരുടെ ഇന്ത്യയിലെ ഫാക്ടറികളാണ് സേറാംപൂറും ട്രാൻക്യൂബാറും. ഡെൻമാർക്കുകാർ ഇന്ത്യയിൽ ഫാക്ടറി സ്ഥാപിച്ചത് 1620 1848 ഡെൻമാർക്കുകാരുടെ അധീനതയിലുണ്ടായിരുന്ന സ്ഥലങ്ങൾ പിന്നീട് ബ്രിട്ടന് വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1620 ഡെൻമാർക്കുകാർ ഇന്ത്യയിൽ ഫാക്ടറി സ്ഥാപിച്ചത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഫാക്ടറികളാണ് സേറാംപൂറും ട്രാൻക്യൂബാറും തമിഴ്നാട്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫ്രഞ്ചുകാരെ കുറിച്ചിട്ടാണ്. നമ്മൾ പറഞ്ഞു അല്ലേ, പോഡ ബീഫ്രെ. മൂന്നാമതായിട്ട് വന്നാലായിരുന്നു ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ ബ്രിട്ടീഷുകാരെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനിയും പഠിക്കാനായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബ്രിട്ടീഷുകാരെ കുറിച്ച് പഠിക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഫ്രഞ്ചുകാരെ കുറിച്ച് നമുക്ക് പഠിക്കാം. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഫ്രാങ്കോയി മാർട്ടിനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രഞ്ചുകാരുടെ അധിനിവേശ പ്രദേശം ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ്? പോണ്ടിച്ചേരി, മാഹി, കാരയ്ക്കൽ, യാനം, ചന്ദ്രനഗർ എന്നിവയാണ് പ്രധാനപ്പെട്ട ഫ്രഞ്ചുകാരുടെ ഈ താവളങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്രാങ്കോയിസ് മാർട്ടിനാണ്. 1868 ഫ്രഞ്ചുകാർ ഇന്ത്യയിലെ ആദ്യ വ്യാപാര കേന്ദ്രം ആരംഭിച്ചു. എവിടെയാണ്? സൂറത്തിലാണ് ആദ്യമായിട്ട് ഫ്രഞ്ചുകാർ വ്യാപാര കേന്ദ്രം സ്ഥാപിക്കുന്നത്. എവിടെയാണ്? സൂറത്തിലാണ്. 1868. ഇനി ഫ്രഞ്ചുകാരുടെ പ്രധാനപ്പെട്ട ഫാക്ടറികൾ ഏതൊക്കെയാണ്? സൂറത്ത്, മസൂലിപട്ടണം, ചന്ദ്രനഗർ, പോണ്ടിച്ചേരി എന്നിവയാണ് ഫ്രഞ്ചുകാരുടെ പ്രധാനപ്പെട്ട ഫാക്ടറികൾ. പ്രധാന ഫ്രഞ്ച് താവളങ്ങളാണ് മാഹി, കാരയ്ക്കൽ, യാനം, ചന്ദ്രനഗർ, പോണ്ടിച്ചേരി. മാഹി, കാരയ്ക്കൽ, യാനം, ചന്ദ്രനഗർ, പോണ്ടിച്ചേരിയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഫ്രഞ്ച് താവളങ്ങൾ. ഫ്രഞ്ചുകാരുടെ കേരളത്തിലെ വ്യാപാര കേന്ദ്രം ഏതാണ്? മാഹിയാണ്. മയ്യഴിയാണ് അല്ലേ? ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് ഇത് തന്നെയാണ്. മയ്യഴി പുഴയാണ് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത്. അപ്പം പ്രധാനപ്പെട്ട ഫാക്ടറികൾ ഏതൊക്കെയാണ്? സൂറത്ത്, മസൂലിപട്ടണം, ചന്ദ്രനഗർ, പോണ്ടിച്ചേരിയൊക്കെയാണ് പ്രധാനപ്പെട്ട ഫ്രഞ്ചുകാരുടെ ഫാക്ടറികൾ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഫ്രഞ്ച് താവളങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക മാഹി, കാരയ്ക്കൽ, യാനം, ചന്ദ്രനഗർ, പോണ്ടിച്ചേരിയാണ്. ഇനി ഫ്രഞ്ചുകാരുടെ കേരളത്തിലെ വ്യാപാര കേന്ദ്രം ഏതാണ്? ഏത് സ്ഥലമാണ് നമ്മുടെ കേരളത്തിലുള്ളത്? മാഹിയാണ് അല്ലേ? മയ്യഴിപ്പുഴ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ അറിയപ്പെടുന്ന എന്താണ്? മയ്യഴിപ്പുഴയാണ്. ഇനി ഫ്രഞ്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധമാണ് വാണ്ടിവാഷ് യുദ്ധം. ഇന്ത്യയിലെ ഫ്രഞ്ച് പതനത്തിന് കാരണമായ യുദ്ധമാണ് വാണ്ടിവാഷ് യുദ്ധം നടന്നത് 1760 വാണ്ടിവാഷ് യുദ്ധം നടക്കുന്നത്. 1760 വാണ്ടിവാഷ് യുദ്ധത്തിന്റെ ഫലമായി ഉണ്ടാക്കിയ സന്ധിയാണ് പാരീസ് ഉടമ്പടി. 1763 പാരീസ് ഉടമ്പടി വാണ്ടിവാഷ് യുദ്ധത്തിന്റെ ഫലമായിട്ടുണ്ടാക്കിയ സന്ധിയാണ്. വാണ്ടിവാഷ് യുദ്ധത്തിൽ പരാജയപ്പെട്ട ഫ്രഞ്ച് സൈന്യാധിപൻ ആരാണ്? കൗണ്ട് ഡി ലാലിയാണ്. വാണ്ടിവാഷ് യുദ്ധത്തിൽ പരാജയപ്പെട്ട ഫ്രഞ്ച് സൈന്യാധിപൻ ആരാണ്? കൗണ്ട് ഡി ലാലി. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് യൂറോപ്യന്മാരുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പം ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് പഠിച്ചിരിക്കേണ്ട കുറച്ച് പോയിന്റ്സും കൂടിയുണ്ട്. അതായത് നമ്മൾ പറഞ്ഞു ഫ്രഞ്ചുകാരുടെ പ്രധാനപ്പെട്ട താവളങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. പോണ്ടിച്ചേരി, മാഹി, കാരയ്ക്കൽ, യാനം, ചന്ദ്രനഗർ എന്നിവയാണെന്ന് പറഞ്ഞു. അപ്പോൾ പോർച്ചുഗീസുകാരുടെ ഏതായിരിക്കും? പോർച്ചുഗീസുകാരുടെ നാം ഏത് സ്ഥലങ്ങളൊക്കെയാണ് ഇപ്പം നമ്മൾ പഠിച്ചതിലുണ്ടായിരുന്നത്? പോർച്ചുഗീസുകാരുടെ ഏതൊക്കെയാണ് ഉണ്ടായിരുന്നത്? ഗോവയും ദാമന്തിയും അല്ലേ? ഗോവ നമ്മൾ പറഞ്ഞു. ഗോവ നമ്മൾ അതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആസ്ഥാനം മാറ്റി നോക്കാം. അപ്പോൾ ഗോവ, ദാമന്തിയും എന്നിവ പോർച്ചുഗീസുകാരുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ ഫ്രഞ്ചുകാരുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് മാഹി, കാരയ്ക്കൽ, യാനം, ചന്ദ്രനഗർ, പോണ്ടിച്ചേരി എന്നിവ. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ഡച്ചുകാരുടെയും നമ്മൾ പഠിച്ചില്ല അല്ലേ? ഇതിൽ നോക്കാം നമുക്ക്. ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട താവളങ്ങളാണ് നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ. നാഗപട്ടണം,
ഓക്കെ. അപ്പോൾ പോർച്ചുഗീസുകാരുടെ ഗോവ, കൊച്ചി നമ്മൾ പറയാൻ വിട്ടു. ഗോവ, കൊച്ചി, ദാമൻ, ദിയു എന്നിവയാണ് പോർച്ചുഗീസുകാരുടെ പ്രധാനപ്പെട്ട താവളങ്ങൾ. ഇനി നമുക്ക് ഫ്രഞ്ചുകാരുടെ അധിനിവേശ പ്രദേശങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ്? മാഹി, കാരക്കൽ, യാനം, പിന്നെ പോണ്ടിച്ചേരി, ചന്ദ്രനഗർ എന്നിവയാണ്. പിന്നെ ഡച്ചുകാരുടെ ആണെന്നുണ്ടെങ്കിൽ നാഗപട്ടണം, അഹമ്മദാബാദ്, ചിൻസുര, ബറോച്ച് എന്നിവയാണ് ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട താവളങ്ങൾ. പിന്നെ ഇവിടെ നമുക്ക് പഠിച്ചിരിക്കേണ്ടത് പ്രധാനപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600 സ്ഥാപിതമായത്. ഇനി പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഡച്ചാണ് പിന്നെ വരുന്നത് കേട്ടോ. ഡച്ചാണ് വരുന്നത്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1602 ഡെൻമാർക്ക് ആണെന്നുണ്ടെങ്കിൽ, ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആണെന്നുണ്ടെങ്കിൽ 1616 സ്ഥാപിച്ചത്. ഇനി പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആണെന്നുണ്ടെങ്കിൽ, പോർച്ചുഗീസ് ആണെന്നുണ്ടെങ്കിൽ 1628 സ്ഥാപിച്ചത്. അപ്പോൾ ഇത്രയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും പഠിച്ചേക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പ്രീവ്യൂ നമുക്ക് ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് യൂറോപ്യന്മാരുടെ വരവ്, കേരളത്തിലെ യൂറോപ്യന്മാരുടെ വരവ് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നതെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ SCRT ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണാം.